നല്ല ബേസിൽ നല്ല അടിപൊളി അഭിനയമാണ്. നല്ല അഭിനയം ഒരു നമുക്കൊക്കെ ഒരു മനസ്സിനിണങ്ങിയ ഒരു കഥ എന്നറിയില്ലേ, അതുപോലെ നമ്മുടെ ഒരു മനസ്സിന് അറിയുന്ന ഒരു കഥ. അടിപൊളി, നമുക്ക് ഇഷ്ടമാണ്. നല്ല അഭിനയ മുഹൂർത്തമുള്ള നല്ല സിനിമ. ബേസിൽ നല്ല അടിപൊളി ഫാമിലി മൂവിയാണ്. നല്ല അടിപൊളി ഫാമിലി മൂവിയാണ്. ഒരു മെസ്സേജുള്ള മൂവിയാണ്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവിയാണ്. കാരണം ബേസിൽ എന്താ പറയുക, വിജയം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞ പോലെ വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ബേസിന്റെ പെർഫോമൻസ്, ബേസിൽ ഏറ്റവും വെടിക്കെട്ട പെർഫോമൻസ് ആയിരിക്കുന്നത്. പടവും വെടിക്കെട്ട, സജിനൊക്കെ ഇടില്ല പറയാം, ബിജെമോടെ എല്ലാവരും പെർഫോമൻസിന്റെ പേരിലാണ് പടം കൊടുക്കുന്നത്. ഒപ്പരം പെർഫോമൻസ്, ഡയലോഗ് ബേസിലെ ഡയലോഗ് പ്രസന്റേഷൻ ഇടിലായിട്ട് ഒപ്പരം അടിപൊളി. പടം വളരെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഫാമിലിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ഫാമിലി പൂർണ്ണമായിട്ടും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമയാണ്. വളരെ ഗംഭീരമായിട്ട് സിനിമയാണ്. പടം രക്ഷയിലാണ്. എന്ന് വെച്ചാല് എന്താ പൊന്മാനുള്ള പേരിട്ട് തന്നെ അത് ചിലപ്പോൾ ബേസിലിനെ കണ്ടിട്ടാവുമെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ അത്രയും പെർഫോമൻസ് ആണ് ബേസിൽ ജോസഫിന്റെ. ഒരു രക്ഷയില്ല. സജി ഗോപു ആണെങ്കിൽ പറയാനുമില്ല. ആ പെർഫോമൻസ് ചെയ്ത സകലരും, നായിക ആയിക്കോട്ടെ പിന്നെ ബേസിലായിക്കോട്ടെ, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഫാമിലി പടം ഇറങ്ങിയണോന്ന് തന്നെ ചിലപ്പോൾ സംശയമാണ്. അത്രയും സൂപ്പർ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മസ്റ്റ് വാച്ചിങ്. ബേസിലിന് പിന്നെ പറയണ്ടല്ലോ, ഓരോ പടം ചെയ്യും തോറും മൂപ്പര് അങ്ങനെ കയറി വരിക. ഒരു 916 ഗോൾഡ് ആ ഒരു മോഡലിലാണ് പവൻ കയറി വരുന്നത്. ഇനിയും ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. എന്തായാലും എല്ലാ പെർഫോമൻസും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എന്തായാലും അടിപൊളി. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ വന്നിട്ട്. നല്ല സിനിമയാണ്. എല്ലാരും വന്ന് കാണും. ഒരു കഥയും കാമ്പും, ഒരു കാമ്പുള്ള കഥ എന്ന് പറയില്ല, കാമ്പുള്ള കഥയുള്ള ഒരു സിനിമയാണ്. ബേസിലെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ടുണ്ട്. ബേസിലിന്റെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വേഷത്തിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. സോ എല്ലാവർക്കും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.